കേരളത്തിലുള്ള സർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് സഹപാനലിസ്റ്റ്, സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ഇപ്പൊ എന്റെ പേരിനെ പോലും കേൾപ്പിക്കുന്നതാണ് അവിടെ കാര്യം. കേരളത്തിലെ ഏറ്റവും വേഗമുള്ള ട്രെയിനാണ് നിസാമുദ്ദീൻ എക്സ്പ്രസ്. രാജ്യക്കാർ ലോകത്തിൽ വരികയാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ ആവണത്തിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, രണ്ട് രീതിയിലാണ് ഈ അവതരണം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഇതിന്റെ ശാസ്ത്രീയ വശം നിങ്ങളുടെ ഇതിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട്, എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ശാസ്ത്രീയ വശം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ ഏതുപൂർവ്വം കുറച്ച് സാങ്കേതിക പദങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തെ കുറിച്ചാണ്. ഫോറസ്റ്റ് എന്ന് മാത്രമല്ല, ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അത് രണ്ട് വ്യത്യാസമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടിന്യൂസ് സൈറ്റ്സിന് ഈസിയാണ്. ഞാൻ എക്സ്പ്ലെയിൻ പേരില്ല, സമയമില്ലാത്തതുണ്ട്. രണ്ട്, റിവർ ബേസിൻ. ഇതെല്ലാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കാച്ച്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്. നമുക്ക് 4 പ്രത്യേക പദങ്ങൾ. ഈ 4 പദങ്ങളുടെയും വ്യത്യാസവും അർത്ഥത്തിന്റെ, അല്ലെങ്കിൽ അത് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ ഹോളിംഗ് നിൽക്കുമ്പോ ഇത് കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ആസൂത്രണത്തിന്റെ പ്രക്രിയയിലേക്ക് വരും. ഞാനീ പറയാൻ കാരണം, ഞാൻ ഏകദേശം 20 വർഷക്കാലം സർവീസിൽ ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരുപാട് സെമിനാറുകളിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോയ ആളാണ്. ഈ കഴിഞ്ഞ 7 വർഷക്കാലം, അതിന് തൊട്ട് 2-3 വർഷക്കാലം പാലക്കാട് ജില്ലയിൽ ഗായത്രിയുമായി ബന്ധപ്പെട്ടും പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് ശാസ്ത്രത്തെ ഈ ഇടപെടലുമായി ബന്ധപ്പെടുത്താൻ കഴിയുക എന്ന് പരിശ്രമിച്ച് ഒരു പരിധിയിൽ വിജയിച്ചു എന്നൊക്കെ ആൾക്കാർ പറയുന്നു. വിജയിച്ച ഒരാളാണ്. അപ്പൊ എന്താണ് ഈ ശാസ്ത്രവും പ്രായോഗിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം? ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞില്ല. ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിൽ 20,000-30,000 കുളങ്ങൾ ഉപയോഗിക്കുക. ഈ 30 കുളത്തിലും അത് 36 കുളത്തിലും ഒരേ പരിപാലന രീതി മതിയാകുമോ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷൻ അവസാനം തരുന്നു. ഒന്ന് ആലോചിച്ചാലോ ഈ 30,000 ഒരുപാട് മതിയാകുന്നത്. എന്തുകൊണ്ടാണ് ഈ വാട്ടർഷെഡ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത്? ഏത് പ്രൊജക്ട് ഇന്ത്യയിലും കേരളത്തിൽ നടപ്പിലാക്കുന്ന എല്ലാ പ്രൊജക്റ്റിനും നമ്മൾ എഴുതിയിരിക്കാറുണ്ട് ദിസ് ഷുഡ് ബി ഓൺ വാട്ടർഷെഡ് ബേസിസ്. ഞാൻ ചുമതല വഹിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതെന്താ നമുക്ക് ചെയ്യാനുള്ള തടസ്സം? ഞാൻ സാധാരണ ഇത്തരം വാട്ടർ കോൺഫറൻസ് എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ഈ നിർത്തലത്തിന്റെ ദീർഘം അവസാനിപ്പിക്കാൻ സമയം കഴിയും. അത് എന്താവും? നിർത്തലാന്നാവും. പ്രകൃതി എഴുതിയോട്ട് നമ്മൾ എഴുതുന്നുണ്ട്. അതായത് പ്രകൃതി എഴുതിയത് അത് ഭംഗിയായി ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ ഇടപെടുന്നതാണ് വ്യത്യാസം. നമ്മുടെ ശാസ്ത്രീയമായിട്ടൊരു ജാർഗൻസ് എല്ലാം പറയുന്നു. നമുക്കിപ്പോൾ എന്താണ് നിർത്തലം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഭാരതപ്പുഴയിൽ പ്രവർത്തനം നടത്തണമെങ്കിൽ ഭാരതപ്പുഴയിൽ ഉൾപ്പെടുന്ന ഓരോ ചെറുനീർത്തടത്തെ സംബന്ധിച്ചും വളരെ വ്യക്തമായി നമുക്കറിയാൻ കഴിയണം. ഓരോ ചെറുനീർത്തടത്തിലൂടെയും ഒഴുകുന്ന ജലത്തിന്റെ ലഭ്യത, അത് എവിടെ കടന്നു നിർത്താൻ കഴിയും, എത്രത്തോളം കടന്നു നിർത്താൻ കഴിയും, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അത് ഏത് നിലയിലാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാം ലെവൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, രണ്ടാം ലെവൽ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്, ഒറ്റപ്പെട്ട കുളങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്. പാലക്കാട് സമയത്ത് ഒരു പ്രത്യേകത കാസ്കേഡിംഗ് കോൺസെപ്റ്റുള്ള പാലക്കാട് മാത്രമേ കാണാൻ കഴിയും. ഇപ്പൊ ഞാൻ താമസിക്കുക ചെയ്യാനായിട്ട് കാണാൻ കഴിയത്തില്ല. ഇവിടുത്തെ കുളങ്ങൾക്ക് പ്രത്യേക നേച്ചറുണ്ട്. ഒരു കുളം മറിഞ്ഞ് താഴേക്ക് നടന്നു വരുന്ന തട്ടുപെട്ടാൽ കാണുന്ന അതൊക്കെ ശാസ്ത്രീയമായ ആൾക്കാർ പറയാൻ പോകുന്നില്ല. പിന്നെ പറയുന്നത് ഇത്തരത്തിൽ പ്രകൃതിയിൽ തന്നെയുള്ള വ്യത്യസ്തമായ രീതിയിൽ നിലയിലേതാണ് ഇതിനെ പ്രകൃതിയുടെ ബൗണ്ടറി വെച്ച് നമ്മൾ തീരുമാനിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പ്രകൃതിയുടെ ബൗണ്ടറി നമ്മൾ മാറ്റി. നമ്മൾ ഏറ്റവും പറയുന്നു ഇപ്പൊ നമ്മൾ ഉണ്ടാവശ്യം കൊണ്ട് പ്രകൃതിയിൽ നമ്മൾ ആവശ്യത്തിലധികം മാറ്റുകളുണ്ട്. ഇതാ നോക്കൂ, ആ ചുവന്ന കളർ കാണുന്ന ഹൈലാൻഡ് ഏരിയ, തൊട്ടാലും വിട്ട്ലാൻഡ്, ലോലാൻഡ് ഏരിയ. നോക്കൂ, നമ്മുടെ ഹൈലാൻഡാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ഈ ജലത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ആ ഏരിയ പ്രദേശത്താണ്. കുന്നുകളിലായിരുന്നു വെള്ളം പണ്ട് ധാരാളമായി പിടിച്ചു നിർത്തിയിരുന്നത്. ഇപ്പൊ കുന്ന് എളുപ്പത്തിന് നമ്മൾ ബ്രഹ്മദർശനമെല്ലാം ചെയ്യുന്നു. അതിലൊക്കെ കുറച്ചുകൂടെ ഈ ശാസ്ത്രപരമായിട്ട് ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് ഈ പാലക്കട മുകളിലെടുക്കുന്ന ഒരു നീളമന്ത്രം നിൽക്കുന്ന രസമില്ലാത്തതുകൊണ്ട് അവനെ വെട്ടി പറവലമാക്കി കഴിക്കാൻ എഴുതുകൊണ്ട് കഴിക്കുന്നില്ല. ഇനി പാലക്കട കഴിപ്പാണ് പോകും. പറവലത്തിലെ കഴിപ്പില്ലാത്തതുകൊണ്ട് പാലക്കട കഴിപ്പ് മാറ്റാൻ വേണ്ടി ഇന്നലെ വെട്ടി
വയലിലൊക്കെ നമ്മൾ ഷേപ്പ് റെഡിയായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമൊന്നും പറയുന്നില്ല, ധാരാളം കൊടുത്ത പ്രശ്നമില്ല, അതിലേക്ക് പറയുന്നില്ല. എന്താ നമ്മുടെ കൺസേൺസ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺസ്? ഒന്ന്, നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് വലിയ ചേഞ്ച് ഉണ്ട്. എന്താ ആദ്യം എന്താ മോണോക്രോപ്പിംഗാണ്. മോണോക്രോപ്പിംഗ് സംഭവിക്കുന്നത് എന്താ, അവിടെ വരുന്ന ഇന്റർനാഷണൽ ഓപ്പറേഷൻസും എക്സ്പ്രസ് ആയിരിക്കുന്ന സമയം ഒരുപാട് കൂടുതലാണ്. നമ്മൾ കാണേണ്ട വനമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, ഫോറസ്റ്റിനകത്ത് കൂടുതൽ ഫോറസ്റ്റ് പ്ലാന്റേഷനായി മാറുകയാണ്. സെമി എവർഗ്രീൻ അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റുകളുടെ ആളുകൾ കുറയുകയും മോണോക്രോപ്പ് കൂടി വരികയും ചെയ്യാണ്. അതുപോലെ തന്നെ മറ്റു ആക്ടിവിറ്റീസ് നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളാണ്. ഈ സ്വയം അവസാനമാകുന്നത് അതെല്ലാം നമുക്കറിയാമല്ലോ. മറ്റൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ ദണ്ഡ് ഇതുണ്ടല്ലോ, അപ്പർ രീതിയിലുണ്ടായിരുന്ന നേരത്തെ സംസാരിച്ചില്ല, ഒരുപാട് തടയണകൾ നിർമ്മിച്ച് വെള്ളം താഴോട്ട് വരാത്ത തരത്തിലുള്ളത് ലാംഗ്വേജ് ബോർഡ് പഠനം നമ്മൾ നടത്തിയിട്ട് ഒരുപാട് ചെറുതാണെങ്കിൽ പിടിച്ചു വന്നു. നമ്മൾ സാധാരണ നിർമ്മിക്കാനാണ് കാണുന്നത്. പിടിച്ചു കളയണം എന്ന് വരെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള പരിസ്ഥിതി സമിതിക്ക് അടക്കം റിപ്പോർട്ട് കൊടുത്തവരാണ് നമ്മൾ അക്കാലത്ത്. ഇത് ഞാൻ പറയുന്ന സമയമില്ല, അതുകൊണ്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ ഈ ലാംഗ്വേജ് പ്ലാൻ എന്ന് പറഞ്ഞ കാര്യത്തിൽ. ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ജലസംരക്ഷിക്കാൻ കഴിയും. ഒരു തുണ്ട് ഭൂമിയിൽ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഏറെ സന്തോഷിച്ചു അഹമ്മദ് ക്യാമ്പസിനെ കടന്നു വന്നപ്പോൾ ഒരു പ്രോജക്റ്റും കാണാൻ കഴിയാത്ത ഒരു ഭൂമിയിൽ വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റീസ് നടത്തി ഞാൻ വൈകിട്ട് പോകാനാണ് ഈ ക്യാമ്പസ് ഞാൻ ചുറ്റി കാണാൻ തോന്നുന്നു. എടുത്ത് ഈ ക്യാമ്പസിനകത്ത് വെച്ചിട്ട് അത് നല്ലതിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നല്ല ഒരു മോഡൽ കാണാൻ കഴിയും. അപ്പൊ അത് യഥാർത്ഥം വേണമെങ്കിൽ അത്തരത്തിലും ലാംഗ്വേജ് പ്ലാൻ ചെയ്യാം എന്നാണ് അത് തെളിയിക്കുന്നത്. ഭാരതപ്പുഴയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സ്ലൈഡ്സിനകത്ത് കാണുന്നത് നമ്മൾ കാണുന്നത് ഈ ഒരു സ്ലൈഡ്, ഇതാണ് ഭാരതപ്പുഴയുടെ യഥാർത്ഥ ചിത്രം. 3 ജില്ലകളായി രാജ്യത്ത് കിടക്കുകയാണ്. നമ്മൾ ബാക്കി അപ്പുറത്ത് കിടക്കുന്നത് തമിഴ്നാട് കിടക്കുന്നത്. നമ്മളിപ്പോൾ തൽക്കാലത്തിൽ നാം എടുക്കുന്നില്ല. പാലക്കാട് ജില്ലയുടെ 87% ഭാരതപ്പുഴയിലാണ് വരുന്നത്. അപ്പോൾ ഭാരതപ്പുഴ സംരക്ഷിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ അതിന്റെ മൈക്രോവേഷൻസ് നോക്കും, റിവർ മിറ്റിൽ എവിടെ നോക്കും, അത് കാശ്മീരിന്റെ നോക്കും. ഒരു 11 റിസർവേഷനകത്ത് നമ്മുടെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതാണ് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ ആ ഈ നമ്പർ കാണിച്ചിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയാണ്. ഇതിന്റെ ടോപ്പിക് ഫോറസ്റ്റ് ബന്ധപ്പെട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ വരുന്ന വാട്ടർഷെഡ്സിനെ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് കൺസിഡർ ചെയ്യുന്നു. എല്ലാ സബ് വാട്ടർഷെഡ്സിന്റെയും ഉത്ഭവം ഈ ഹൈ റേഞ്ചസിലാണ്. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നതാണ് ഒരു ചോദ്യം. ഇത് ശാസ്ത്രീയ വശമായ നമുക്കറിയാം. 4 കിലോമീറ്റേഴ്സാണ് മലയിൽ പോകുന്നില്ല, ആ സമയമില്ല, അതിന് പോകുന്നില്ല. ഇത് ഞാൻ പോകുന്നില്ല, സമയമില്ല. ഫോറസ്റ്റ് ടോപ്പിക് ഞാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയും. സാറിന് ഷെയർ ചെയ്യുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. എന്താ യഥാർത്ഥത്തിൽ വാട്ടർ മാനേജ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിപ്പോ രാവിലെ പ്രസന്റേഷൻ കൊണ്ട് കോയമ്പത്തൂർ വന്ന കാര്യം ഞാൻ വേണമെങ്കിൽ 3 മണിക്കൂർ എടുത്ത് കാട്ടാക്കര ചെയ്ത കാര്യം പറയാം, 1.5 മണിക്കൂർ എടുത്ത് തൃത്താലി ചെയ്തിട്ട് പ്രവർത്തനം പറയാം. ഇതെല്ലാം പറഞ്ഞു കേട്ട് പേരുകൊണ്ട് പോകാനുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഈ സെമിനാർ കഴിയുമ്പോൾ ഈ ഹാളിൽ നിൽക്കുന്ന ഒരാൾ അയാളുടെ വീടിന്റെ മുന്നിൽ കൂടി പോകുന്ന തോട് വർഷം മുഴുവൻ ജലമുണ്ടാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചാൽ ഇത് നടക്കും. അല്ലാതെ അയാൾ ചെയ്തിട്ട് മറ്റേ നമുക്കങ്ങനെ അറിയാം. നമ്മളെല്ലാം ഏറെ ആദരിക്കുന്നത് ശ്രീധരൻ സാറ് ഫ്രണ്ട്സ് ഓഫ് ഭാരത ചെയ്തിട്ട് എന്ന് പറഞ്ഞ് പാലക്കാടുകാർ മാറിയിരുന്നാൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, നമ്മുടെ മുമ്പിൽ കൂടെ ഓടുന്ന ഒരു കൈത്തോട്, ആ കൈത്തോട് കൂടി ഓടുന്ന വെള്ളമാണ് ഭാരതപ്പുഴയിലെത്തി ഭാരതപ്പുഴയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കേണ്ടത്. അപ്പൊ ആ കൈത്തോടിന് മുന്നിൽ കണ്ടുകൊണ്ട് ആ കൈത്തോടിന് ചെറിയ മിനി ക്യാച്ച്മെന്റ് ഉണ്ട്. ആ ക്യാച്ച്മെന്റ് അതിന് ചെയ്യാൻ കഴിയുന്ന ഏത് പ്രവൃത്തിയും അത് ജലസംരക്ഷണം സാധ്യമാകും. അത് മനസ്സിലാക്കപ്പെടത്തോളം കാലം നമുക്ക് മോഡൽ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇത് നേരത്തെ നമ്മുടെ നിരവധി പറഞ്ഞ ഒരു കാര്യമാണ്. ഗായത്രി ഗായത്രി മാത്രമല്ല, ഭാരതപ്പുഴയുടെ മൊത്തത്തിൽ ഒരു കാര്യം ലാംഗ്വേജ് ബോർഡ് നൽകി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ അതിനകത്ത് കൃത്യമായി ഓരോ മത്സര രാഷ്ട്രീയ പോലീസ് കാണിക്കണം. ഈ സമീപത്തിലുള്ള ഇഷ്യൂസ് എല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഈ 2 സ്ത്രീകൾക്ക് എന്ന ഹൃദയവേദന ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതിന്റെ അവരുടെ ജീവനം കഴിഞ്ഞ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധിക്കാനും അറിയില്ല, ശരിക്കും അവർ മാറിയില്ല. സമയം നമ്മൾ ഒത്തുപോയില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം മൈന്യൂട്ടായിട്ട് ഓരോ മൈക്രോ വാട്ടർഷെഡിലെയും ഓരോ സിംഗിൾ വാട്ടർ സോഴ്സിലും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും
എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി തയ്യാറാക്കി മറ്റേ ഏഴ് പറഞ്ഞാൽ വലിയ ആളുകളെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതാണ് നടപ്പിലാക്കേണ്ടത്. എന്നെ സംബന്ധിച്ചൊരു വെല്ലുവിളി ഈ നടപ്പിലാക്കേണ്ട കാര്യത്തിൽ ഇപ്പം വന്നു. അത് ചെയ്യുക 5 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ച് ഇപ്പം നടപ്പിലാക്കേണ്ട സ്ഥലത്തേക്ക് വിനിയോഗം പോലെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ രാഷ്ട്രീയ തുടക്കം വെച്ചിട്ടുണ്ട്. അതിന്റെ ആരംഭഘട്ടം മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭാരതപ്പുഴയിൽ ഈ 4 കേസുകളിലും തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ റിപ്പീറ്റ് ഈ പഠനത്തിന് വേണ്ടി പോകണ്ട. ഇനി പഠിക്കാൻ വേണ്ടി പോകണ്ട. പഠിച്ചിട്ട് ഭൂമി പണ്ടാറ കടന്ന പശുവിന് നിത്യകളില്ലാത്ത അവസ്ഥയാണ്. ആൾക്കാരുടെ കുഞ്ഞുമാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പഠനം മാത്രമേ കാര്യം. പഠനം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ശരിയായിട്ട് തീരുമാനിക്കുക. നിലവിൽ ലഭ്യമായ ഡേറ്റ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് ഏതിലേക്കും അതിന് വരുന്ന ഓരോ സബ്ബേസിനകത്തും ഏത് മൈക്രോ വർഷത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. ഈ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഒരിക്കലും അത് പൊളിറ്റിക്കലി മോട്ടീവ് ഞാൻ ഒരിക്കലും പറയും. പ്രശ്നം നടത്തിയെടുത്തുകൊണ്ട് പറയാം പൊളിറ്റിക്കലി മോട്ടീവ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? വാട്ടർഷെഡ് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി അല്ല. അത് നാച്ചുറൽ ബൗണ്ടറിയാണ്. എവിടെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി വേണ്ടത് അവിടെ നമുക്ക് ചെയ്യാൻ നമുക്ക് തയ്യാറാകണം. അപ്പൊ അതുകൊണ്ട് ഈ മൈക്രോ ഫീൽഡിൽ നമുക്ക് പോകാൻ കഴിയണം. മുന്നോട്ട് വരുന്ന ഏതാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യേണ്ടവർക്ക് സെക്കൻഡ് ഓർഡർ ചെയ്യേണ്ടവർക്ക് എന്നുള്ളതെല്ലാം കൃത്യമായി പറഞ്ഞു പോകും. ഒന്നാമത് ഇതിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇത് ഈ നേരത്തെ പറഞ്ഞ ഗായത്രി പുഴയിൽ തയ്യാറാക്കി വെക്കാൻ മാത്രമേ ഏഴുണ്ടായുള്ളൂ. പക്ഷേ ഒരു മണ്ഡലത്തിൽ ഇത് ചെയ്യാനുള്ള ഏഴുണ്ടായി. അത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കര മണ്ഡലത്തിലാണ്. ഞാൻ 3 മണിക്കൂർ പറയാൻ പോയിട്ടില്ല. നിങ്ങൾ ജലസമൃദ്ധി ഡോട്ട് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്നു. ജലസമൃദ്ധി ഇവിടെ എനിക്ക് ഹൈലൈറ്റ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഒരു സർക്കാർ പദ്ധതിയല്ല. ഇത് ഒരു ജനപ്രതിനിധി ആ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ MLA മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. എന്റെ ആശയം എന്റെ നിയോജക മണ്ഡലം 5 വർഷം കൊണ്ട് ജലസമൃദ്ധമാകണം. അതെല്ലാം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജില്ലയിലെ സെമി ക്രിട്ടിക്കൽ ബ്ലോക്കായിരുന്നു ആ പ്രദേശം. എന്താ സെമി ക്രിട്ടിക്കൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ജലവിധാനം താഴേക്ക് പോയി അവിടെ ഭൂഗർഭ ജലത്തിന്റെ ലഭ്യത വളരെ കൂടുതൽ സ്ഥലത്താണ് ഒരു MLA അദ്ദേഹത്തിന് ആശയം മുന്നോട്ട് വെക്കുന്നത്. ഒരു പൈസയില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഒരാളില്ല, ഒരു ഉദ്യോഗസ്ഥനില്ല. ആ ജലത്തിനെ മുന്നിൽ നിന്ന് നയിച്ച് ഞങ്ങളടക്കാതെ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്. 7 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സെമി ക്രിട്ടിക്കൽ നിന്ന് ബ്ലോക്കുകളുടെ എണ്ണം സെമി ക്രിട്ടിക്കൽ കൂടി വരുമ്പോൾ സെമി ക്രിട്ടിക്കലിൽ നിന്ന് തീരെ സെൻസുകളുടെ എണ്ണം ഒരു ബ്ലോക്കായി ഒരു നിയോജക പ്രദേശമായി ഒരുമാറി. ഇത് മാറാനുള്ള കാരണം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാം. നോക്കൂ, അവർ എൻവോൾവ്മെന്റ് പിന്നെ തോന്നുന്നില്ല. അത് എൻവോൾവ്മെന്റ് നടത്തിലാക്കി ഇതെല്ലാം സൈറ്റിലുണ്ട്. ജലസമൃദ്ധി സൈറ്റിനകത്തുണ്ട്. ഞാൻ MLA പേര് കാണാൻ ചെയ്യില്ല കേട്ടോ. ഇവരുടെ പേര് നിങ്ങൾ വായിച്ചു കാണില്ല. ഞാൻ വായിച്ചു ചെയ്യുന്നത് കാട്ടാക്കയുടെ MLA ശ്രീ IG സുരേഷാണ്. അദ്ദേഹം ജനപ്രതിയായപ്പോഴാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് 7 വർഷമായി ഈ പകരം സെന്റിൽ നിൽക്കുകയാണ്. എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. നോക്കൂ, ആക്ടിവിറ്റിയിലൊന്നും ഞാൻ പോകുന്നില്ല. ആകെ ആ റിസൾട്ട് മാത്രമേ കാണിക്കാം. പ്രധാനപ്പെട്ട 4 റിസൾട്ട് നോക്കൂ. എന്തെങ്കിലും സാധ്യമാവുമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആർട്ടിഫിഷ്യൽ വിചാരിച്ച് ഇതുകൊണ്ട് ശരിയാകാൻ പറ്റുന്ന ശ്വാസം കിട്ടും. എനിക്ക് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട 4 ഹൈലൈറ്റ്സ് മാത്രം പറയാം. ഒന്ന് ആർട്ടിഫിഷ്യൽ വിചാരം. ഞാൻ എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു ക്ലോസ്ഡ് മീറ്റിംഗിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സ്കീം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ റീചാർജിംഗ് സ്കീം എന്ന് പറയുന്നത് ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലാകുന്നില്ല, ഞങ്ങൾ ആലോചിക്കുന്നില്ല. പക്ഷെ അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു എന്താ സ്കീം ചെയ്തു. അദ്ദേഹം സ്കീം ബിസിനസ് ആണ്. ഞാൻ അവിടെ ഇരുന്ന് എന്റെ വാട്സാപ്പിൽ നിന്ന് MLA ഒരു വാട്സാപ്പ് ചെയ്തു. എന്താ സാർ നമ്മൾ കേൾക്കാത്തൊരു കാര്യം ഇവിടെ പ്രസംഗിച്ച് നോക്കൂ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. നമ്മൾ കൺസർവേഷനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറില്ല. എന്താ ഒന്ന് നമുക്ക് നമ്മുടെ വാട്ടറിനെ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ പൊല്യൂഷൻ ഫ്രീ ആക്കാൻ സാധിക്കണം. 2 റീയൂസിന് സാധ്യത തീർച്ചയായും. കാരണം നമ്മൾ എവിടെയാണ് വെള്ളം യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടെത്തി ചെയ്യാൻ കഴിയണം. രാഷ്ട്രീയ ഇൻവെസ്റ്റ്മെന്റ് ആകും ഗ്രൗണ്ട് വാട്ടറിന്. നേരത്തെ പറഞ്ഞതുപോലെ 1000-5000 പേരെടുത്താൽ കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് വെള്ളം തിരികെ കൊടുക്കാനുള്ള സംവിധാനം കൊണ്ട് നമുക്കുണ്ടാകും. അഫോർഡേഷൻ വേണം. ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച 2 സ്ഥലങ്ങളാണ് വേണ്ടി കാണിച്ചത്. ഈ ചിത്രം ഒരു ചെറിയ കാര്യത്തിനോട് നമ്മളെ ലാസ്റ്റ് നിർത്തുകയാണ്. എന്താ ചിത്രം കാണിക്കുന്നത്? ഈ
ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ കൃത്യമായി പറയാം. ഇത് സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചതാണ്. കർണാടക മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ച അവർ NSS ക്യാമ്പിന് കൊടുത്തിരുന്ന ചിത്രമാണത്. അവരൊരു ഡോക്ടർ ബോർഡിന് ചുറ്റുമാണ് അവർ NSS ക്യാമ്പ് നടത്തുക. അതിന്റെ കാശ്മീർ എന്റെ പ്രവർത്തനമാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ആ കുട്ടിയെ ബോധവൽക്കരിച്ച് NSS തിരുവനന്തപുരം ജില്ലയിലെ ക്രിസ്മസ് കാലത്ത് നടക്കുന്ന NSS ക്യാമ്പിന്റെ അജണ്ടയായി വെള്ളത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അതാണ് കർണാടകയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാറ്റമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഭാരതത്തിലും നമുക്ക് സാധിക്കും. പക്ഷേ സാധിക്കണമെങ്കിൽ അത് നിസാമുദ്ദീൻ എന്ന് ചെയ്യണം, അല്ലെങ്കിൽ സേവൻ സാറെ എന്ന് ചെയ്യണം, അല്ലെങ്കിൽ